ദിവസവും ഓട്ടോ കൂലിയായി 160 രൂപ വേണമായിരുന്നു. ഇനി അത് വേണ്ട. സൗജന്യമായി സ്കൂട്ടർ ലഭിച്ച ഭിന്നശേഷിക്കാർ സംസ്ഥാന സർക്കാരിനും കൊല്ലം കോർപ്പറേഷനും നന്ദി പറഞ്ഞു. കേരളത്തിലെ ലോട്ടറി ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം കോർപ്പറേഷൻ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു. വണ്ടി ആദ്യമായിട്ട് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട്. അതെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരിടത്ത് ചെറിയൊരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. ഇവിടെ കിയോസ്ക് അറിയാമോ, മൂലോ സോഷ്യൽ സർവീസ്, അവിടെ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ദിവസേന 80 രൂപ ഓട്ടോ കൂലി കൊടുത്താൽ ഞാൻ പോകുകയും വരികയും ചെയ്തു. എനിക്ക് 6000 രൂപ ശമ്പളത്തിന് ദിവസം ഞാൻ 80 രൂപ ഓട്ടോ കൂലി കൊടുക്കുകയും വരികയും ചെയ്തു. എന്നെ സംബന്ധിച്ച് എനിക്കിത് കിട്ടിയത് വളരെ സന്തോഷമാണ്. വീൽ ചെയറിൽ നിന്ന് മുച്ചക്ര സ്കൂട്ടറിലേക്ക് മാറാൻ കൊതിച്ചവരും പഴകിയ സ്കൂട്ടറിൽ നിന്ന് പുതിയ സ്കൂട്ടറിലേക്ക് മാറിയവരും ഏറെ സന്തോഷത്തിലായിരുന്നു. അതവരുടെ വാക്കുകളിലും ശരീരഭാഷയിലും കണ്ടു. ജീവിതം തന്നെ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു. ഞാനൊരു തയ്യൽ തൊഴിലാളിയാണ്. എനിക്കതിനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് എനിക്ക് വലിയ ആശ്വാസമുണ്ട്. ഇത് തന്നതുകൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടൊന്നുമില്ല. കാരണം സർക്കാരിൻ്റെ ഇത്രയും വലിയൊരു ഉപകാരം, പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് കൗൺസിലർ സിന്ധുറാണി ആ മേഡത്തിനും വളരെയേറെ നന്ദി. കേരളത്തിലെ ലോട്ടറി ഓഫീസുകൾ ഉൾപ്പെടെ എല്ലാ സർക്കാർ ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുമെന്ന് 2024-25 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂട്ടറുകൾ ഭിന്നശേഷിക്കാർക്ക് കൈമാറി മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ലോട്ടറി വകുപ്പിൽ ഞാൻ ചുമതല ഏറ്റെടുത്തപ്പോൾ ഒരു പ്രശ്നം എന്ന നിലയിൽ അവർ ചൂണ്ടിക്കാണിച്ച കാര്യം, പലയിടത്തും ഓഫീസുകൾ 2ാം നിലയിലാണ്, 3ാം നിലയിലായിരിക്കും. ഇവിടെ കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, അവിടുത്തെ സൗകര്യമുണ്ട്. അതുകൊണ്ട് ലോട്ടറി വകുപ്പിൻ്റെ മുഴുവൻ ഓഫീസുകളും, ജില്ലയിലെ ഓഫീസുകൾ, ജില്ലയിൽ തന്നെ ഇവിടെ കരുനാഗപ്പള്ളി പുല്ലൂർ ഓഫീസുണ്ട് ഈ ജില്ലയിൽ, ആ ഓഫീസുകളെല്ലാം താഴത്തെ നിലയിലാക്കണം എന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിലേക്ക് മാറ്റി അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്, നടപടി നടക്കുകയാണ്. കൊല്ലം കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെൽട്രോൺ മുഖേന 69 ഗുണഭോക്താക്കൾക്ക് ട്രൈ സ്കൂട്ടർ നൽകി. 1 കോടി രൂപ പദ്ധതിക്കായി ചെലവഴിച്ചു. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി മേയർ S. ജയൻ, മുൻ മേയർ പ്രസന്ന ഏണസ്റ്റ്, കോർപ്പറേഷൻ സെക്രട്ടറി D. സാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.